അസ്സലാമലൈക്കും. ഇതുണ്ട് സുഖല്ലേ? നമ്മളൊരു ഫോണ് സലാലയിലേക്കും വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാനും വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ പറയലുണ്ട് ഒമാനിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുമെന്ന്. പക്ഷേ സലാലയിലേക്ക് അയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബസ്സിനാണ് അയക്കേണ്ടത്. ബസ്സിനാകുമ്പോൾ പൈസയും കുറവാണ്. ആകെ 2 റുപ്യേനെ കൊണ്ട് കാര്യം നടന്ന്. നമ്മൾ ഫോണ് രാത്രി തന്നെ പാക്ക് ചെയ്തിട്ട് റൂമിലേക്ക് പോകുമ്പോൾ എടുക്കുകയും ചെയ്തിന്. 11 മണിക്കാണ് റൂമിൽ നിന്ന് ബസ്സില്ലത്. സലാലയിലേക്ക് പോകുന്ന ബസ്. അവിടെ നമ്മൾ രാവിലെ 9 മണിക്ക് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മളടുത്ത് തന്നെ ഒരു വലിയ മാളാണ് കേട്ടോ. ഇവിടെ ടാക്സിക്ക് എന്ന് പറഞ്ഞാൽ 500 ഫിൽസാണ് റൂബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ. ഇവിടെ മൊത്തമായിട്ട് ഒമാനികൾ തന്നെയാണ് ടാക്സി ഓടിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ ജീപ്പ് ടാക്സി ഇല്ല, അതുപോലെയാണ് ഷെയർ. ഓരോരാളെ കയറ്റിയിട്ട് ഓരോരാളടുത്ത് നിന്ന് പൈസ വാങ്ങല്. GTC എന്നാണ് നമ്മൾ സാധനം അയച്ചിന് കേട്ടോ. നമ്മൾ പണ്ട് പക്ഷിനെ പോറ്റുന്ന ടൈം ഇതേപോലെ നാട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യൽ. ഏകദേശം കേരളത്തിൽ മൊത്തമായിട്ട് അതേപോലെ തമിഴ്നാട് വരെ നമ്മൾ അന്നേരം പക്ഷിനെ അയച്ചിട്ടുണ്ടായിന് ഇതേപോലെ ബസ്സിന്. ഞാൻ ഒമാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒമാനിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഇതുപോലെ ഫോൺ അയച്ചു തരും കേട്ടോ. സലാലിലേക്ക് ഇപ്പം നമ്മളെ 3ാമത്തെ ഫോണാണിത്. 2 ഫോൺ ആൾ വന്ന് എടുത്ത് നമ്മൾ ഇതൊന്ന് അയച്ചു കൊടുത്തു. പറ്റുമെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബസ് അവിടെത്തി ഇൻഷാ അല്ലാഹ്. സാധനം കിട്ടിയിട്ടുണ്ട്.